എനിക്ക് സങ്കടമുണ്ട്. ഇത്രയും ആരും തിരക്ക് വരാനോ എടുക്കാൻ ഒന്നുമില്ല. കരയാതിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ പോയിട്ട് ഉണ്ടോ ഇവർക്ക് ഇപ്പോഴൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എത്ര ഇരുന്നോ? ഈ ചേച്ചി ഇരുന്നോ? ഡ്രസ്സൊന്നും എടുത്തില്ല. ആ അതിന് വരെ ഇവിടെ ഒരു കൂട്ടുകാരുണ്ട്. ആ അവിടുത്തെ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ കൊടുത്തത് അതൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുന്നു. ആ ഡ്രസ്സൊന്നും എടുത്തില്ല. പെട്ടെന്ന് കതവ് ഈ കതവ് തുറക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ വിചാരിക്കുക ഇതാകെയുള്ളൊരു പോളി ഈ ഒരു ചെറിയ പാളിയാണ്. ഈ ചെറിയ പാളി വീട്ടിൽ താമസിക്കുമ്പോഴും അവരുടെ സഹജീവിയായിട്ടുള്ളൊരു ചിറകൊടിഞ്ഞ പരുന്തിനെ കൊണ്ടുവന്ന് അവരിത് അവിടെ വളർത്തുകയാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടിലും അവർ ഡ്രസ്സ് മേടിച്ചിട്ട് വർഷങ്ങളായല്ലേ? മേടിച്ചിട്ടുണ്ടായി. ഒരു കസ്റ്റമറിനെ എങ്ങനെ പരിചയപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമർ നമ്മൾ പരിചയപ്പെടുന്നത് ഒരാളിൻ്റെ അടുത്ത് നമ്മളൊരു സ്റ്റോൺ കൊടുക്കുന്നതിന് ബേസായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു. ഇതേപോലെ നമ്മളൊരു സമ്മാനം കിട്ടും എന്നൊക്കെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സാമൂഹിക പൊതുപ്രവർത്തകരാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ചോദിച്ചു, ഇതേപോലെ നിങ്ങൾ ബുക്കുകൾ വല്ലതും കൊടുക്കുമോ എന്ന് ചോദിച്ചു. ഷെഹിൻ ഈറ്റിമൂട് എന്ന് പറയുന്ന നമ്മൾ ഇവിടുത്തെ ഒരാളാണ്, ഒരു സാമൂഹിക പൊതുപ്രവർത്തകൻ. അപ്പോൾ ബുക്ക് വല്ലതും കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസിനകത്ത് പലരും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, ബുക്കൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്കൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ നിലവിൽ ഇത്രയും സമ്മാനങ്ങൾ കൊടുക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഇതൊന്നും കൊടുക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞത് വളരെ കഷ്ടത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ 2 പയ്യന്മാരുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്കോ അല്ലെങ്കിൽ വസ്തുവോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. ഞാനും നമ്മുടെ പാർട്ണറായിട്ടുള്ള ആഷിഖ് കൂടെ എന്തായാലും ഒരു കാര്യം ചെയ്യാം, പോയി കണ്ടിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്കൊരു നമ്മളെ കയ്യിൽ നിന്ന് 2 സ്റ്റോണും കൊടുത്ത് അവർക്കൊരു 2 സമ്മാന കൂപ്പണും കൊടുക്കാം. കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. വന്നപ്പോഴത്തേക്കുമാണ് ഈ വീട്ടിലെ ഒരു ദയനീയ അവസ്ഥ. നമുക്ക് ഇത് അങ്ങനെ ചെയ്താൽ പറ്റില്ല, ഇവർക്ക് കുറച്ചും കൂടി നല്ല സഹായങ്ങൾ കിട്ടണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെ കൊണ്ട് മാത്രം കഴിയാത്തൊരു സാഹചര്യമാണ്. പരിചയപ്പെടുത്തുക, ഇത് സ്ഥലം വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മടവൂർ പഞ്ചായത്തിലുള്ള ഒരു വാർഡാണ്. അപ്പോൾ അവിടുത്തെ ഒരു മാങ്കുഴി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഉള്ളൊരു വീടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൂപ്പൺ ഡിസൈനിനൊരു സ്റ്റോണുകൾ കൊടുക്കുന്നതിനായിട്ട് വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും അതിനകത്തൊരു പൊതുപ്രവർത്തകൻ നമ്മുടെ അടുത്ത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നതാണ് രാവിലെ. അപ്പോൾ ഇത് കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ കൊടുത്തിട്ട് പോകാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അതുപോരാ, നിങ്ങളോടെയൊക്കെ അറിയിച്ചിട്ട് ഈ സംഭവങ്ങളൊന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായം. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഭയങ്കരമായൊരു ഇതാണ്. ആകെ ഇവർക്കുള്ളതൊരു റൂമാണ്. ഇതാണ് ആ റൂം. നിങ്ങളൊന്ന് കാണുക. നമ്മൾ സത്യത്തിൽ ഈ കുട്ടികൾക്കൊരു ബുക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഷീറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ആഷിക്ക്. ഏകദേശം എല്ലാം ടാപ്പേ കെട്ടി. ചോരോ ചേച്ചി ഇതിനകത്ത്? ഇങ്ങോട്ടൊന്ന് കാണിച്ച്. പാചകമൊക്കെ ചെയ്യുന്നത് ഇവിടെയാണല്ലേ? ഇന്ന് രാവിലെ എന്തിനാ ഉണ്ടാക്കി ചേച്ചി? ഒന്നും ഉണ്ടാക്കിയില്ല. എന്ത് ജോലിക്ക് പോയേക്കുന്നതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അണ്ണനാണ് എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്? എല്ലാം ചെയ്ത് തന്നെ അയാളെ കൊണ്ടൊക്കും പോലെയൊക്കെ ചെയ്തു തരും അല്ലേ? അയാളും കൊച്ചാണ്. സാധനങ്ങളൊക്കെ ഉണ്ടാ? ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള അരിയൊക്കെ ഉണ്ടാ? അരിയൊക്കെ വാങ്ങിച്ചു. മോളും അച്ഛനും എല്ലാം ചെയ്ത് തരുന്നത്. മോൾക്ക് പാചകമൊക്കെ അറിയാം? അച്ഛനെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അച്ഛൻ പോയി കഴിഞ്ഞാൽ പാചകം ചെയ്യേണ്ടിട്ട് അയാളെ കൊണ്ട് അത്ര ഇത് പറ്റത്തില്ല. ചേച്ചി, നമുക്കിത് കണ്ടിട്ട് ഇത്രയും കഷ്ടപ്പാടിലൊക്കെ നമ്മള് ചേച്ചിയുടെ അടുത്ത് എന്ത് പറയാനാണ്? അപ്പൊ ചേച്ചി, ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ബുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് നമ്മൾ ചെയ്തതാണ്. വീഡിയോ ബുക്ക് നിങ്ങളെ കൊണ്ട് ആരെയും കാണിക്കാൻ താല്പര്യപ്പെട്ടിട്ടല്ല നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ചേച്ചിക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു സാധനം തന്നതിനോടൊപ്പം തന്നെ ഒരു കൂപ്പൺ തരും. അതിനകത്ത് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ഒരു വലിയ കട, കൈതോടുള്ള ഒരു കട കിട്ടും. സെക്കൻഡായിട്ട് 2ാം സമ്മാനമായിട്ട് ഒരു 5 സെന്റ് വസ്തു കിട്ടും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് കിട്ടും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ചേച്ചിയുടെ ഈ ഒരു പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കാണും. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുള്ള് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കൂളിൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടോ ഇവർക്ക്?
ഇപ്പോഴൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എത്ര ഇരുന്നോ ഈ ചേച്ചി ഡ്രസ്സൊന്നും എടുത്തില്ല. ആ. അതിന് വരെ ഇവിടെ ഒരു കൂട്ടുകാരുണ്ട്, ആ. അവിടുത്തെ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ കൊടുത്തത് അതൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുന്നു. നല്ല ഡ്രസ്സൊന്നും എടുത്തില്ല. ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എത്ര നാളായി കാണും? അതൊക്കെ തോനെയായി. ആരെങ്കിലും കൊടുക്കണതൊക്കെ തന്നെ കൊച്ചിന് കൊടുക്കണത്. അതിൻ്റെ അകത്തൊന്നും ഇല്ല. ജോലിക്ക് ഇറങ്ങിപ്പോയ ഇവിടുത്തെ കാര്യം എനിക്ക് മരുന്ന് കുടിക്കാനുള്ള പൈസ ഒക്കെ തരുള്ളൂ. എല്ലാരും കൊടുക്കുന്നതൊക്കെ തന്നെ ഇടുന്നത്. അല്ല ഇപ്പൊ ഡ്രസ്സുകൾ മേടിച്ചിട്ട് കുറെ വർഷമായി. ആയി. എത്ര വർഷമാവുന്നാലും ചേച്ചിയുടെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഡ്രസ് മേടിച്ചിട്ട് വർഷങ്ങളായല്ലേ? മേടിച്ചിട്ടുണ്ടായി ഒരു വാങ്ങിച്ചിട്ടുണ്ട്. അതിന് മുമ്പിട്ടൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടായപ്പോ വാങ്ങിച്ചില്ല. കാരണം എല്ലാം ചെയ്യാൻ അയാൾ ഒറ്റയ്ക്കേ ഉള്ളു. ഇല്ല ചേച്ചി, എന്തായാലും പേടിക്കണ്ട. ഇപ്പൊ ഇനി ഇവർക്കുള്ള ഈ ഒരു വർഷത്തേക്കുള്ള ഇനിയുള്ള വർഷത്തേക്കുള്ള ഈ സ്കൂളിലെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തു. അവർക്ക് പഠിക്കാൻ ബുക്ക് പുതിയത്, ഇനി വേറെ എങ്ങൊന്നും പഴയത് മേടിക്കേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടാവുന്ന സമയത്തൊക്കെ ചേച്ചി നമ്മളെ നമ്പർ തന്നേക്കാം. ചേച്ചി അതിനകത്ത് വിളിച്ചാൽ മതി. നമുക്ക് ഇവർക്കുള്ള സ്കൂളിൽ ആവശ്യമായിട്ട് ബുക്ക്, പഠന സാധനങ്ങളെല്ലാം നമ്മൾ തരും. ഇനി വീടിന്റെ കേസ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇതിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിത്തരാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തു തരും. ഇപ്പോൾ ഇതിനകത്ത് ഷീറ്റ് മാറ്റുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു പുതിയ വീട് വെക്കാന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ ആഷികേ? കാരണം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഷീറ്റ് മാറ്റി കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. കാരണം അത്രയ്ക്ക് ഇതാണ്. കാരണം നോക്കി ഏകദേശം ടാർപ്പയും ഷീറ്റും കൊണ്ട് ഇതിനകത്തിന് ഒന്നുമില്ല. ആകെ ഇവിടെയുള്ള ഈ ഒരു മണ്ണ് വെച്ചൊരു ഇത് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ എന്തായാലും ഷീറ്റ് വെച്ച് ഇതിനെ മറച്ചിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അതിനുവേണ്ടി ഇവിടെ ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വെളിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിനകത്തൂടെ എങ്ങനെ നടന്നൊക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലേ ചേച്ചി? അത് പൊളിച്ചു മാറ്റാനായിട്ട് അത് വെട്ട് അതൊക്കെ ആൾക്കാരെ വിളിക്കാനാ പോയേക്കണ. കൂടെ നിക്കുന്ന ഇവിടെ ഇത് പണി ഷീറ്റ് ഇതാക്കുന്ന ഇത് മാറ്റണം. അതിന്റെ ഒരു ഇതിലൊക്കെയാണ് പോയേക്കണത്. ഇതാണ് വീട്ടിന്റെ പിറകു വശത്തെ ഒരവസ്ഥ. ചേച്ചി ഇവിടെ എന്താ പരുന്താ ചേച്ചി? അത് ജോലിക്ക് പോയപ്പോ തറയെ വീണ് ചള്ളായി, അത് ചിറകൊടിഞ്ഞു പോയി. അങ്ങനെ അതിന് എടുത്തോണ്ടെന്ന് വെച്ചേക്കുക. ഇതിന്റെ ചിറ ഒടിഞ്ഞു പോയാ? വീണ് തറയെ വീണ് ചിറകൊടിഞ്ഞു പോയി. കുഞ്ഞിതായിരുന്നു, ഇപ്പൊ ഇത്ര ആയി. പാവപ്പെട്ട പ്രിയപ്പെട്ട നോക്കണേ, അവരെ ജീവിതം തന്നെ വളരെ കഷ്ടത്തിലാണ്. വന്ന് കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ട് വിഷമമായി പോകും. അതിൻ്റെയോടൊപ്പം തന്നെ അവര് സഹജീവികളെടുത്ത് കാണിക്കുന്ന ഒരു പരിഗണന കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പരുന്ത് ഏതാ മരത്തിലങ്ങാണ്ട് ഇരുന്ന് ഇവിടുത്തെ ചേട്ടൻ പോയ സമയത്ത് അത് മറിഞ്ഞടിച്ച് ചിറ കുടിഞ്ഞ് കിടന്നതിന് അവരെടുത്തോണ്ട് വന്ന് ഒരു ചെറിയ കൂടൊക്കെ ഉണ്ടാക്കി അതിനെ വളർത്തുവാണ്. പരുന്തുകളാണ്. അപ്പോൾ ഇവരെ ഇത്രയും സഹജീവികളെടുത്ത് നല്ല രീതിയിൽ ഇവർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ അടുത്തൂടെ നമ്മൾ എന്തായാലും എല്ലാവരോടും ഒന്ന് സഹകരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഒരു സ്റ്റോണെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ വീട്ടിൻ്റെ കാര്യം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ എന്തായാലും ചെയ്യും. അത് നിങ്ങളെ നാളിന് അനുയോജ്യമായ ബെർത്ത് സ്റ്റോണുകൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രം മതി. ഒരു 1200 രൂപ സ്റ്റോണുകളൊക്കെ നമ്മളിലുണ്ട്. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇവരെ പ്രത്യേകമായിട്ട് സഹായിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഞാൻ ഇവരെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് കൊടുത്തേക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഷെഹിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു സാമൂഹിക പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇവരെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം തരാം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഈ ഒരു രീതിയിൽ രാവിലെ ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ. കാരണം നമ്മളടുത്ത് പറയാനുള്ള മടി കൊണ്ടിട്ടാണ്. അവരൊന്നുമില്ല. ഒരു ചേട്ടൻ ജോലിക്ക് പോയേക്കാണ്, വരണം. ഇനി തിരിച്ച് വരുന്നവരെ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ഇതുണ്ടല്ലോ, ഒട്ടിയ വയറുമായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുമെന്ന് പറയുന്നത്. ദൈവസത്യമായിട്ട് ഞാൻ ഇത്രയും നാളുകളായിട്ട് ഞാനിങ്ങനെ നമ്മൾ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ സഹായിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മളെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്കിതിൽ നിന്ന് കിട്ടുന്നൊരു ചെറിയ പ്രോഫിറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു വീട് റെഡിയാക്കി കൊടുക്കും. ഇനി അതല്ല എല്ലാവർക്കും കൂടി ചേർന്ന് നല്ലതുപോലെ ഒരു വീട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു സ്റ്റോണും 2 സമ്മാന കൂപ്പണും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവർക്ക് കിട്ടുന്നതും കിട്ടട്ടെ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നമ്മളിന്ന് ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടൻ എവിടെയോ രാവിലെ ആരോ ജോലി ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. ചേട്ടൻ അങ്ങോട്ട് പോയേക്കുവാണ്. ജോലി കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ അവർക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യും.
അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് താല്പര്യമുള്ളവരെല്ലാം ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് പൈസയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്റ്റോൺ വാങ്ങിച്ചാൽ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇവരെ സഹായിക്കാൻ പറ്റുന്ന പോലെ ഒന്നല്ല. ഈ വീട് നമ്മൾ മൊത്തത്തിൽ പൊളിച്ച് മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയ വീട് അവർക്ക് കെട്ടിയുറപ്പുള്ള വീട് വെച്ച് കൊടുക്കും. 2 കൂപ്പൺ കൂടെ കൊടുക്കുവാണ്. 2 കൂപ്പൺ ഏകദേശം 19 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുണ്ട്. ഇതിനകത്ത് ചേച്ചിക്ക് തന്നെ ഒരെണ്ണം ഉറപ്പായിട്ടും അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഇതിനകത്ത് ഒന്നാം സമ്മാനമായിട്ടൊരു 50 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു കടയും വീടൊക്കെയുണ്ട്. കൈതോട്ടുള്ള കടയും വീടല്ല, ഒരു 300 ഷട്ടർ കട കിട്ടും. എന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭമൊക്കെ തുടങ്ങാൻ പറ്റും ചേച്ചിക്ക്. കിട്ടുവാണെങ്കിൽ എന്തായാലും നമ്മൾ എല്ലാവർക്കും കൊടുക്കുവാണ്. അതിൻ്റെ ഇത് ചേച്ചിക്ക് നമ്മൾ 1200 വെച്ചൊക്കെയാണ് മേടിക്കുന്നത്. നമ്മൾ ചേച്ചിക്ക് ഇത് അല്ലാതെ തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവരെ കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുക്കും. ഇവർക്കുള്ള പഠന ഈ വർഷത്തെ ഉള്ള ഇനിയൊട്ട് എല്ലാ വർഷത്തെയും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഇവരെ രണ്ടുപേരെയും കാര്യങ്ങൾ. പേരെന്താണ് മക്കളെ? ശ്രുതി. മോളെ ശ്രുതി. ഓക്കെ. അപ്പോൾ ഇവരെ പേരിൽ ഇപ്പോൾ ആദ്യം നമ്മൾ 2 കൂപ്പണോടെ കൊടുക്കുകയാണ്. ശ്രുതി ചേച്ചി, ഇത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്നൊരു സമ്മാനം കിട്ടും. ഓക്കെ. ഇനി മോളെ പേരെന്താണ്? ശ്രുതി. പഠിക്കുന്നുണ്ടോ? നല്ലപോലെ പഠിക്കൂ നീ? നല്ലപോലെയൊക്കെ പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് അച്ഛനെ അമ്മയൊക്കെ നല്ലപോലെ പഠിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ സ്കൂളിൽ നിന്ന് ഒന്നാണ് നോക്കണം. അച്ഛനില്ലെങ്കിലേ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിടിച്ചോ. അല്ലെ, അതെന്തായാലും മാറും. ഇനി അവർക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ ഉള്ളത് വയ്യത്തെ കൊണ്ടേ സത്യം പറഞ്ഞ ഒരു വലിയവർക്കുള്ള ജോലി ഇന്നത്തെ താമസിച്ചെ കൊണ്ടാ. ചേട്ടന്മാരൊന്നും ഇത്രയായിട്ട് കിടക്കത്തില്ലായിരുന്നു. എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യത്തില്ല. തോന്നിങ്ങനെ കുനിഞ്ഞ് നടക്കാണ്ട് കഴുത്ത് വേദന എടുക്കും. ഈ കാല് എന്തിനാണ് ചേച്ചി പ്രശ്നം? എവിടെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്ന? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഹോസ്പിറ്റലൊന്നും പോകുന്നില്ല? ഇപ്പൊ കാലിന് വേണ്ടിട്ടൊന്നും ചെയ്തില്ല. കൈക്ക് വേണ്ടിട്ടൊക്കെ ചെയ്തിട്ട് കാലിന് വേണ്ടി ഇപ്പൊ ഒന്നും ചെയ്യണില്ല. അങ്ങനെ ചെയ്യാനായിട്ട് നമ്മളെല്ലാം പറയണല്ലേ. അയാളെ ബുദ്ധിമുട്ടിക്കണ്ടേ. പിന്നെ ഇപ്പൊ പെൻഷൻ അങ്ങനെ കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. പെൻഷനും കിട്ടുന്നില്ല. അവിടെ പോയപ്പോഴത്തേക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ എന്റെ അനിയത്തെയും കുട്ടികൊണ്ടാണ് പോണത്. എങ്ങനെ വണ്ടി ആട്ടോ വിളിച്ചു പോവല്ലേ? ഇവിടുന്ന് ബസ്സിൽ പോകും. ബസ്സിൽ തന്നെ പോകും. ഇല്ല ചേച്ചി, എന്തായാലും എല്ലാ പ്രശ്നങ്ങളും മാറും കേട്ടാ. ഉടനെ തന്നെ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പറ്റുന്ന നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്തു തരും. പിന്നെ വീടിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും അത്രയും തിരക്കിന്റെ ആൾക്ക് ഞങ്ങളെ കാര്യം ഓർക്കാൻ പറ്റും. ചേട്ടന്മാരോട് വന്നത് തന്നെ വലിയ കാര്യമായിട്ടിരിക്കുക. കാരണം നമ്മളെ കുറിച്ച് അന്വേഷിക്കാനും തിരക്കാരെങ്കിലും ചേച്ചി, ആ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച സമയം, നിങ്ങൾക്ക് നല്ല സമയം ദൈവം അനുഗ്രഹിച്ചു തന്നെ. ദൈവമായിട്ട് വിട്ടത് തന്നെ നിങ്ങള്. കാരണം അത്രക്ക് സങ്കടമുണ്ട്. ഇത്രയും ആരും തിരക്ക് വരാനോ എടുക്കാൻ ഒന്നുമില്ല. കരയാതിരിക്കും. അപ്പൊ ഓക്കെ, നമ്മൾ പോയിട്ട് അല്ല ഇനിയിപ്പം ഡ്രസ്സ് നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമോ കുഴപ്പമില്ല. എന്നാലും ഇനിയിപ്പോൾ ആരെയൊന്നും മേടിച്ചിടേണ്ട ഒരു സാഹചര്യം ദൈവം വിചാരിച്ചിനി ഉണ്ടാവത്തില്ല. നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ എടുത്തു തരും. നമ്മളെ കൊണ്ട് പറ്റുന്നതിന് ഇപ്പം നിങ്ങളുടെ ഇവർക്കുള്ള ഡ്രസ്സ്, സ്കൂള് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളും. നമ്മൾ കതവ് ഈ കതവ് തുറക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ വിചാരിക്കുക ഇതാകെയുള്ളൊരു പാളി ഈ ഒരു ചെറിയ പാളിയാണ്. ഈ ചെറിയ പാളി വീട്ടിൽ താമസിക്കുമ്പോഴും അവരുടെ സഹജീവിയായിട്ടുള്ളൊരു ചിറകൊടിഞ്ഞ പരുന്തിനെ കൊണ്ടുവന്ന് അവരിത് അവിടെ വളർത്തുകയാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടിലും അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹജീവികളോട് അവർ കരുണ കാണിക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളും ചെയ്യാൻ ഇവർക്ക് ശ്രമിക്കും. ഇപ്പോൾ ചേട്ടൻ വന്നിട്ട് വൈകുന്നേരം ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പരും കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളെ അറിയിക്കും ഇവരെ കാര്യങ്ങൾ. ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മളിപ്പോൾ തന്നെ അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യും.